Uh, Hi guys, welcome back to my YouTube channel. Uh, Hi guys, welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്നത്തെ വീഡിയോ അത്യാവശ്യം സ്പെഷ്യൽ വീഡിയോ ആണ്. കമ്പാക്ട് വീഡിയോ ഞാൻ ഇന്ന് ഒരു എക്സാം റിവ്യൂ ആയിട്ട് ചെയ്യാം എന്ന് വെച്ചു. എൻ്റെ എക്സാം ഒന്നും അല്ല, നിങ്ങളുടെ എക്സാം തന്നെ, +2 എക്സാമാണ്. +2 ഫിക്സ്ഡ് എക്സാമിൻ്റെ ഒരു അനലൈസ് ചെയ്തെടുക്കാമെന്ന് പറയും. അതായത് ആ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സംഭവം ഞാൻ ഒഴിഞ്ഞിരിപ്പടി ഞാൻ പറയാം. അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഞാൻ ഫസ്റ്റ് 1 വേർഡ് നോക്കി, പിക്ക് ഔട്ട് ദി യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പോളറൈസേഷൻ ഓഫ് ലൈറ്റ് പ്രൂവ്സ് ലൈറ്റ് ഈസ് എ, ഇതൊക്കെ സിമ്പിൾ സംഭവങ്ങളാണ്. ആൻഡ് തേർഡ് സിമ്പിൾ എന്താണ് സെഷൻ എ കംപ്ലീറ്റ്ലി ഇതാണ്. ആൻഡ് ഡിഫൈൻ ഇലക്ട്രിക് ഫീൽഡ്, റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. സിമ്പിൾ. അത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. നെവർ ഇന്റർസെപ്റ്റ് എന്തൊക്കെയോ പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ. ഡിഫൈൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ടു ദി ഇലക്ട്രിക് ഡൈപോൾ. ഇതൊക്കെ ഡയറക്റ്റ് ഡെറിവേഷൻസ്, അത്യാവശ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കിൻ്റെ ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ആൻഡ് ഡെറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ബിറ്റ്വീൻ 2 പാരലൽ കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ്. എനിക്കൊന്ന് 2 മനസ്സിലായത് കോസസ് ലോ ഒക്കെ. ഇതൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് എന്താണ് ഡയറക്റ്റ് നോട്ട്ബുക്കിലെ സംഭവങ്ങൾ അതുപോലെ അങ്ങ് ചോദിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് എക്സ്പ്രഷൻ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് ലെവലിൻ്റെ ക്വസ്റ്റ്യൻ കുറച്ച് എനിക്ക് തോന്നുന്നു ഷോൺ ബിലോ. എന്തിനായിട്ട് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് കോസസ് ആൻഡ് ബട്ട് എ ബയോമാഗ്നറ്റിക് കണ്ടന്റ് 2 pieces ഓൺ റൈറ്റ് ഓൺ ദി ഡയഗ്രാം ആൻഡ് കറക്റ്റ് മാർക്കിംഗ് ഓൺ ദി മാഗ്നറ്റിക് ഫോഴ്സ്. അത് നമുക്കറിയാം. നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നമ്മുടെ എക്സാമിനുള്ള ഫസ്റ്റ് നമ്മുടെ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ അലക്സ് സാറ് ഇത് ഇങ്ങനെ വരച്ച് കാണിക്കുക, എങ്ങനെ കറണ്ട് പോകുന്നത് എന്നൊക്കെ സംഭവം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് കറക്റ്റ് ഇങ്ങനെ വരച്ച് കാണിക്കും. അത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് സംഭവം മനസ്സിലാവും. എല്ലാം ഏത് ബാച്ചുള്ളവർക്ക്, ഇപ്പോൾ കഴിഞ്ഞ വർഷത്താണേലും ഞങ്ങളുടെ വർഷത്താണേലും നിങ്ങളുടെ വർഷത്താണേലും ഈ വർഷത്തെ ഏത് വർഷത്താണേലും ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് സംഭവത്തൊക്കെ വരുമ്പോൾ മൊത്തം ആ സംഭവം കാണിക്കുന്നുണ്ട്, പറഞ്ഞു തന്നിട്ടാണ് തുടങ്ങുന്നത്. ആ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ പറഞ്ഞിട്ടാണ്. സ്നെൽസ് ലോ സിമ്പിൾ ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞത്. എല്ലാം ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചിട്ടുള്ളൂ. എല്ലാം എന്താണ് ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം. ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത് ഞങ്ങൾക്കൊന്നും ഇങ്ങനെ തന്നിട്ടുമില്ല. പ്യുവർലി ഇൻഡക്റ്റീവ്. ഇതൊക്കെ ന്യൂമറിക്കൽസ് ഒക്കെ ഇവിടെ സെഷൻ സിക്കത്ത് 6 ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ലോറൻസ് ഫോഴ്സ് എന്താണെന്നും ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കമ്പ്യൂട്ടിംഗ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സത്യം പറഞ്ഞുണ്ടല്ലോ ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുക്കാനുള്ള സംഭവമുള്ളൂ. ഇത് സത്യം പറഞ്ഞുണ്ടല്ലോ ഈ യൂട്യൂബേഴ്സുകാരുടെ അല്ലെങ്കിൽ ഇപ്പം ആപ്പുകാരുടെ ലൈവ് ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്ത് പോകുന്നൊരു കുട്ടിക്ക്, തലേദിവസത്തെ ലൈവ് അറ്റൻഡ് കണ്ടുകൊണ്ട് പോയ ഒരു കുട്ടിക്ക് അത്യാവശ്യം ഒരു ബോധമൊക്കെ വേണം കേട്ടോ. അതായത് ക്ലാസ് കേട്ട അറിവ് കാണണം, കുറച്ചൊക്കെ പഠിച്ച ഒരു കുറച്ച് രീതിക്ക് ഒന്നും മറന്നു പോയിട്ട് പ്രഷർ എടുത്തൊരു കുട്ടിക്ക് സുഖമായിട്ട് നല്ല മാർക്ക് മേടിക്കാന്നേ ഉള്ളൂ. സെൽഫ് ഇൻഡക്സ് എന്താണ്, ഹെൻറി വാട്ട് ഈസ് 1 ഹെൻറി ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. ഇതൊക്കെ സിമ്പിൾ സാധനങ്ങളാണ് ഇങ്ങോട്ട് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ചോദിച്ചിരിക്കുന്ന സംഭവം. ഇതൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് പ്രോപ്പർ ഡെഫിനിഷൻ മാത്രം. ഇനി ഇക്വേഷൻ ഫോർ ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഈസ് ഗിവൺ ബൈ, ഇതൊക്കെ കറക്റ്റ് പി വൈക്കാണ് ന്യൂമറിക്കൽ ഉൾപ്പെടെ. ഡിഫൈൻ മാഗ്നറ്റിക് സസ്റ്റബിലിറ്റി, ഇതൊക്കെ സംഭവിക്കുക. 2 പ്രോപ്പർട്ടീസ് ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് ഫെറാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഇത് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. പോളറൈസേഷൻ, മാൽസ് ലോ, റൈറ്റ് ഡൗൺ ടു എക്സ്പ്രഷൻ സംഭവം എല്ലാം എന്താണ്. ഇനിയാണ് കളി മാറുന്നത്. സെഷൻ ഡിയിലോട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ നോക്കുമ്പോൾ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. റെസിസ്റ്റൻസിനെ നമ്മുടെ മൂന്നാമത്തെ കറണ്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്.
ലൈറ്റ് ഹാസ് എ വേവ് നേച്ചർ. എനിക്ക് തോന്നുന്നു 23 സി അല്ല 23 അത് വേറെ 21 സി ആണ് കുറച്ച് കട്ടായിട്ട് എനിക്ക് തോന്നി. അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതായത് കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം കണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് 24 25. സെക്ഷൻ ഇ ഉണ്ടല്ലേ, ഇതിനകത്ത് നിറയെ 3 ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് മോഷണൽ ഇ എം എഫ്? വി കൻ ഡെറൈവ് ദി എക്സ്പ്രഷൻ ഫോർ മോഷണൽ ഇ എം എഫ്. What aeroplanes move across the earth when motion EMF is produced, and do you agree with this statement? Okay, അതൊരു ആപ്ലിക്കേഷൻ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കണ്ടേ. ആൻഡ് ഡെറൈവ് ദി മിറർ ഇക്വേഷൻ, ഒബ്ജക്റ്റ് അത് കണ്ടു. ഇതൊക്കെ ന്യൂമറിക്കൽ കറക്റ്റ്. ട്രാൻസ്ഫോമർ ഈസ് യൂസ് ടു ചേഞ്ച് വോൾട്ടേജ്. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? ആൻഡ് ഡ്രൈവ് എക്സ്പ്രഷൻ ഫോർ ട്രാൻസ്ഫോമർ ടേൺ ടു റേഷ്യോ. സംഭവം കംപ്ലീറ്റ്ലി ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പറയാമെങ്കിൽ എല്ലാം സിമ്പിൾ സാധനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ക്രിസ്മസ് എക്സാം നിങ്ങൾ നോക്കണ്ട, കാരണം നിങ്ങൾ വിട്ടേക്ക്. അതെന്താണെന്ന് വെച്ചാൽ പിള്ളേരെ പറ്റിക്കുന്ന പരിപാടിയാണെന്ന് ഞാൻ പറയും. ക്രിസ്മസ് എക്സാം ആണേലും മോഡൽ എക്സാം ആണേലും ഇങ്ങനെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി തന്നെ. ഇത് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാലും ഇല്ലേലും ഞാൻ ഒന്നും പറയത്തില്ല, കാരണം ഇത് വെറുതെയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെറുതെയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പണി തരുന്നേ ഉള്ളൂ. മാർച്ച് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ തമ്മിൽ ഒന്ന് കമ്പാരിസൺ നടത്തണം. എനിക്കറിയത്തില്ല, ഒരു 95% ഞാൻ പറയാം ഇത് വേറെ ലെവലിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല കട്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും മാർച്ചിൽ. ഇതെനിക്കറിയത്തില്ല എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഞങ്ങൾക്കൊന്നും ക്രിസ്മസ് എക്സാമിന് ഇത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ല കിട്ടിയത്. മോഡൽ എക്സാമിന് അത്ര ഇതൊന്നും എൻ്റെ കിട്ടിയില്ല. മാർച്ചിലൊന്നും ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടില്ല ഫിസിക്സിൻ്റെ. ഇതൊക്കെ കറക്റ്റ് മറ്റേ കോവിഡിൻ്റെ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ പോലാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും വെള്ളം ഇറക്കണ്ട, നല്ല രീതിയിൽ പണി വരുന്നുണ്ട്. നിങ്ങൾ ഇത് വെച്ച് നിങ്ങൾ അനലൈസ് ചെയ്തു ഇതിന് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടും, അപ്പോൾ എന്തായാലും ബോർഡ് എക്സാമും കുഴപ്പമില്ല. അങ്ങനെ പോകരുത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ അതേ പണി തന്നെ നിങ്ങൾക്ക് കിട്ടും. വൃത്തിക്ക് 3G ആവും. ഞാനാണ് പറഞ്ഞത്. കാരണം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് എന്താണ് അധികം വെള്ളം ഇറക്കണ്ട. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒരു കാരണവശാലും ഇത് റെഫർ ചെയ്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്ന ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത്. ഇങ്ങനൊന്നും അല്ല. ന്യൂമറിക്കൽസിൻ്റെ ഒരു മഴ തന്നെയുണ്ട് ബോർഡ് എക്സാമിന്. ഞാൻ കണ്ടില്ലാത്തതൊന്നല്ല. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ കട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും വരുന്നത് എന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ ഇത് ഇത്രയും സിമ്പിൾ ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കൊള്ളയാലും എന്നാലും ഇത് കണ്ട് നിങ്ങൾ ഇത് വെച്ച് നിങ്ങൾ പ്രിപ്പയർ ഒന്നും ചെയ്യരുത്. ഇതിന് മാർക്ക് കിട്ടിയാൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്കാണ്. ഇത് പിള്ളേരെ പറ്റിക്കുന്ന പണിയാണ്. ഞാൻ വീണ്ടും പറയാൻ പിള്ളേരെ പറ്റിക്കുന്ന പരിപാടിയാണ്. ഇനിയിപ്പോൾ ഈ മോഡൽ ഇതിനെക്കാട്ടും സിമ്പിൾ ആകുമായിരിക്കും. അപ്പോഴും നിങ്ങൾ ട്രാപ്പിലാവുകയാണ്. ബോർഡ് എക്സാമിന് ഇതിന് നല്ല കട്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. കണ്ടോണം നിങ്ങൾ. ഇത് വെച്ച് നിങ്ങളാരും പഠിക്കരുത്. ഈ ലെവലിലോട്ട് ഇങ്ങനെ പഠിച്ചു പോകരുത്. ഹയർ ലെവലിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്. ഞങ്ങളെ ഇപ്പം അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ ഫിസിക്സും കെമിസ്ട്രി മാത്സും പഠിച്ച് പോവുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും കിട്ടില്ല. ബോർഡ് എക്സാമൊന്നും ഒരിക്കലും കിട്ടത്തില്ല. ഇങ്ങനെ എഴുതി വെച്ച് തരാം. +2 പരീക്ഷ ഭയങ്കര ടഫാണ് എന്ന് പറയുന്നതോടെ ഞാൻ സത്യം പറഞ്ഞാൽ അത് ടഫ് തന്നെയാണ്. ഞാൻ കുട്ടിയുടെ വീഡിയോ കണ്ടായിരുന്നു. ആ കുട്ടി പറഞ്ഞ് എല്ലാവരും പറഞ്ഞു +2 പരീക്ഷ അത്രയും ടഫ് ആവും എന്ന് പറഞ്ഞിട്ട് ഇതാണ് ടഫ്, സിമ്പിൾ ആണല്ലോ എന്ന് പറയും. പക്ഷെ ഇത് ക്രിസ്മസ് എക്സാം ആണ്. മോഡൽ എക്സാം വരുന്നേ ഉള്ളൂ. മോഡൽ എക്സാമിന് അത്യാവശ്യം സിമ്പിൾ ആക്കുമായിരിക്കും. അവിടെ നിങ്ങൾ രണ്ടുപേരെയും പറ്റിക്കും. നിങ്ങൾ ഈ സെക്കൻഡ് ടൈമിനും മോഡൽ എക്സാമിന് നിങ്ങൾ നല്ല വൃത്തിക്ക് പണി തന്നിരിക്കും. കാരണം വെച്ചാൽ എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മാത്സിൻ്റെ അതായത് എനിക്കറിയാം 2024 +1 ബോർഡ് എക്സാം അത്യാവശ്യം ടഫായിരുന്നു. എന്നിട്ട് 2023 ഞങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം ഇങ്ങനെ മാത്സിന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ തലേദിവസം മാത്രം മാത്സിന് പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ട് പോയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് കിട്ടിയത് 40 മാർക്കാണ്. തലേദിവസം പഠിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് 40 മാർക്ക് കിട്ടി മാത്സ് 60. അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. കുറേ ഒന്നും നോക്കണ്ട, മറ്റേ മറിച്ചാന്നൊക്കെ
ബോർഡ് എക്സാമിന് വന്നപ്പോഴാണ് ഈ വെള്ളം കുടിച്ചത്. എനിക്ക് കിട്ടിയ മാർക്ക് 45 മാർക്കാണ് 60. A+ കിട്ടിയില്ല +1 മാത്സിന്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് കണ്ട് നിങ്ങൾ എന്താണ് വെള്ളം അധികം ഇറക്കണ്ട, പണി വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വൃത്തിക്ക് നല്ല ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് നല്ല അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറും, അല്ലെങ്കിൽ ഒരുപാട് പഴയ ആൾക്കാർ 2017, 18, 19 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വൃത്തിക്ക് റെഫർ ചെയ്ത് പോവുക. കോവിഡ് കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് തന്നെ നോക്കാം. അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, കോവിഡ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകരുത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ബൈ ഗൈസ്, അടുത്ത വീഡിയോ വീണ്ടും കാണാം. അടുത്ത നിങ്ങൾക്ക് ഏത് പരീക്ഷയാണെന്ന് എനിക്കറിയില്ല, എന്തായാലും അതിൻ്റെ റിവ്യൂ കൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.